1950 ഡിസംബർ 15 സർദാർ പട്ടേൽ അന്തരിച്ചു. നാട്ടുരാജ്യങ്ങളെ കൂട്ടിച്ചേർത്ത് ഇന്ത്യയെ സൃഷ്ടിച്ച ഉരുക്കുമനുഷ്യൻ. ഗാന്ധിജിക്ക് പിന്നാലെ പട്ടേൽ കൂടി പോയതോടെ 1952 തെരഞ്ഞെടുപ്പിൽ നെഹ്റു ഒറ്റയ്ക്കായി. പിന്നീട് പതുക്കെ പതുക്കെ കോൺഗ്രസ് തന്നെ സർദാറിനെ മറന്നു. രാജ്മോഹൻ ഗാന്ധി എഴുതുന്നുണ്ട്, പണ്ട് ഗാന്ധിജി അഹമ്മദാബാദിൽ വക്കീലന്മാരുടെ യോഗം വിളിച്ച കഥ. പട്ടേൽ അന്ന് പോയില്ല. ചോദിച്ചവരോട് അദ്ദേഹം പറഞ്ഞു, ഗോതമ്പിൽ നിന്ന് കല്ല് പെറുക്കി കളഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടും എന്ന് വിശ്വസിക്കാൻ ഞാനില്ല. പിറ്റേന്ന് ഗാന്ധിജി പട്ടേലിനെ കണ്ടു. മരിക്കുവോളം പട്ടേൽ ഗാന്ധിജിയുടെ സർദാറായി. പട്ടേലും നെഹ്റുവും തമ്മിലുള്ള ഭിന്നിപ്പിന്റെ കഥകൾ സ്വാതന്ത്ര്യാനന്തരം സജീവമായി. എന്നാൽ നെഹ്റുവിന്റെ അവസാന അഭയകേന്ദ്രമായിരുന്നു എപ്പോഴും പട്ടേൽ. പട്ടേൽ പിന്നീട് വിസ്മൃതനായി. വർഷങ്ങൾക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസ് ഗ്രൂപ്പ് തർക്കവുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് സർദാർ പട്ടേൽ ഉയർത്തു. അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് കെ മുരളീധരൻ വിളിച്ചപ്പോഴായിരുന്നു അത്. ഉരുക്കു പട്ടേലിന്റെ ഉഗ്രശാസനമായി മാറാൻ അലൂമിനിയം പട്ടേൽ മാത്രമായ അഹമ്മദ് പട്ടേലിന് കഴിയില്ല എന്ന മുരളിയുടെ ഓർമ്മപ്പെടുത്തൽ. എന്നാൽ മോദിയാണ് ഈ നൂറ്റാണ്ടിൽ പട്ടേലിനെ പിടിച്ചെടുത്തത്. നർമ്മദാ തടത്തിൽ 182 മീറ്ററുള്ള പ്രതിമയായി പട്ടേൽ മാറി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി. സ്വന്തം നേതാവിനെ എതിരാളികൾ സ്വന്തമാക്കുന്നത് കോൺഗ്രസ് നിസ്സഹായം കണ്ടുനിന്നു. അതിനിടെ നെഹ്റുവിനെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ എന്നും എതിർത്ത ഇടതുപക്ഷം പതുക്കെ പതുക്കെ സ്വന്തമാക്കുകയായിരുന്നു.